എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പെൻഗിൻ കുഞ്ഞായത് പെൻഗിൻ കുഞ്ഞ് പോവാൻ പോണ്ടാ. നമ്മുടെ അടിപൊളി മഴയെന്ന് വെച്ചാൽ കിടിലം മഴയുണ്ടാ. മഴക്കാലം വന്നില്ല എന്നുള്ളൊരു പരാതിയായിരുന്നു എനിക്ക് കേട്ടാ. എന്താണ് മഴ വന്നില്ലല്ലാന്ന് എല്ലാത്തിനും ഒരു തീരുമാനമാകുമെന്ന് തോന്നുന്നുണ്ട്. ഇപ്പൊ തന്നെ വെള്ളം കയറാൻ തുടങ്ങും നമുക്ക് മുറ്റത്ത്. അപ്പൊ നമ്മുടെ സുധിച്ചെറുക്കം പോകാൻ പോണേണ്. അപ്പൊ അവന്റെ എപ്പോഴും സാധാരണ അവൻ പോണേക്ക് മുമ്പുള്ള വീഡിയോ ഒക്കെ നമ്മൾ ഒരുമിച്ചല്ലേ എടുക്കാറ്. അപ്പൊ ഇനി ഇവൻ പോയതിന് ശേഷം എന്താണ് ഇവിടെ എന്റെ കലാപരിപാടികളെന്ന് കണ്ടാലാ അല്ലെ സുധപ്പനാണെങ്കിൽ മഴയത്ത് ഇങ്ങനെ പോണത് ഭയങ്കര മടിയുള്ള കാര്യമാണേ. ഞാൻ കാണിച്ചു തരാട്ടാ. തീരെ ഇഷ്ടമല്ല കൊച്ചിന് മഴയത്ത് ഇങ്ങനെ പോവാന്നുള്ളതേ. ഇങ്ങനെ മഴയത്ത് പോകുമ്പോ ചളുക്കിയാവും ചീയും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ എല്ലാവർക്കും ടാറ്റ കൊടുത്തേ സുധു. പെൻഗിൻ കുഞ്ഞ് പോട്ടെ, പോയി വന്നിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങൾ പറയാം. അങ്ങനെ നമ്മുടെ സുധപ്പൻ അങ്ങനെ പോയിട്ടുണ്ട് കേട്ടാ. സുധപ്പൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പോകുമ്പോ നനഞ്ഞു പോകുമ്പോ ഒരു വിഷമാണ്. നമുക്ക് അകത്തേക്ക് കയറാം, അതല്ലെങ്കിൽ ഒന്നും കേൾക്കാൻ പറ്റൂല ഞാൻ പറയണത്. അപ്പൊ സുധു പോയി. ഇനിയിപ്പൊ എന്റെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. സാധാരണ ഞാൻ സുധു കൂടെ ഒരുമിച്ചാണ് ചായയൊക്കെ കുടിക്കാറ്. അപ്പൊ ഇന്ന് സുധപ്പന് രാവിലെ കുളിക്കണേക്ക് മുമ്പ് വിശപ്പ് വന്നപ്പോ ചായ കുടിച്ചപ്പോ ഞാൻ പറഞ്ഞു നീ പോയിട്ട് ഞാൻ കുടിച്ചോളാം. കുടിക്കുന്നു പറഞ്ഞു നിൽക്കായിരുന്നു. പിന്നെ ഞാൻ അരികത്ത് ചെന്നിരുന്നിട്ട് നമുക്കിന്ന് ഇടിയപ്പം ഉണ്ടാ. പിടിയപ്പത്തിന്റെ കൂടെ നമ്മൾ പിടി ഉണ്ടാക്കുമല്ലോ, ബാക്കി അവന്റെ പൊടി പീച്ചിക്കൊണ്ട് ഒരു പിടി ഉണ്ടാക്കുമല്ലോ. അപ്പൊ പിടി ഞാൻ അവന്റെ കൂടെ ഇരുന്നിട്ട് അവന്റെ ഒപ്പം ചായ കുടിക്കണ ആ വൈബാക്കിയിട്ടുണ്ട്. പിന്നെ അതല്ലെങ്കിൽ സമ്മതിക്കൂലെന്ന് അവന്റെ കൂടെ തന്നെ ചായ കുടിക്കാൻ ഒരുമിച്ച് തന്നെയാണ് നമ്മൾ കഴിക്കണത്. അപ്പൊ വാമേ എന്ന് പറഞ്ഞോണ്ടിരിക്കും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും സുധുവിനിന്ന് കോവക്കൊളുത്തും മുട്ട പൊരിച്ചതും ആണ് കൊണ്ടുപോകാനായിട്ട് കേട്ടോ. നമുക്ക് ഉച്ചക്കലത്തേക്ക് മീൻകറിയൊക്കെ ഞാൻ ഇന്നലെ രാത്രി തന്നെ റെഡിയാക്കി വെച്ചതുകൊണ്ട് ഇന്ന് ഒരുപാട് പണിയൊന്നുമില്ല. ഏറാനും പേരെ അടിച്ചിടാം. കുറച്ച് തുണിയുണ്ട്. മഴ ആയതുകൊണ്ട് തന്നെ ഞാൻ വിഷയത്തിലിടാന്ന് കരുതി, അല്ലെങ്കിൽ ഉണങ്ങി കിട്ടാൻ കുറച്ച് പാടായിരിക്കുമല്ലോ. അപ്പം വിഷയത്തിലിടാം. അത്രയൊക്കെ പണിയുള്ളൂ. പിന്നെ നമുക്കൊന്ന് പുറത്ത് പോകാനുണ്ട്. അങ്ങനെയുള്ള കൊച്ചു വിശേഷങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുള്ളത്. സുനിച്ചേട്ടൻ സാധാരണ ഇന്ന് തിങ്കളാഴ്ചയാണല്ലോ, സാധാരണ സുനിച്ചേട്ടൻ ഇന്ന് ഉണ്ടാവേണ്ടതാണ്. ചേട്ടന് ഇത് പറഞ്ഞ പോലെ തന്നെ മഴ ആയതുകൊണ്ട് തന്നെ വരാൻ പറ്റിയില്ല. അപ്പം ചേട്ടന് നാളെ വരുള്ളൂ. അപ്പം ഇന്നത്തെ എൻ്റെ ഒറ്റക്കുള്ള ഒരു ദിവസമാണ്. സാധാരണ ഞാൻ എപ്പോഴും ഓർത്ത് ജോലി നിർത്തിയ സമയം തുടങ്ങി ഞാനിങ്ങനെ ഓർക്കണമായിരുന്നു സുധു പോയതിന് ശേഷമുള്ള ഒരു എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് ഒന്ന് കാണിക്കണം, വീഡിയോ എടുക്കണം എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ മറ്റുള്ളവരുടെ വീഡിയോസൊക്കെ കാണുമ്പോൾ പിള്ളേർ പോയി കഴിഞ്ഞിട്ട് നമ്മൾ മുന്നേ ജോലിക്ക് പോകുന്ന സമയത്തൊക്കെ ഇങ്ങനെയൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ജോലിക്ക് പിള്ളേരും ഹസ്ബൻഡും ഒക്കെ പോയതിന് ശേഷമുള്ള അവരുടെ വിശേഷങ്ങളൊക്കെ എനിക്ക് കാണാൻ നല്ല ഇഷ്ടമാണ്. അപ്പം എൻ്റെ വർത്താനം കുറച്ചിട്ട് വിശേഷങ്ങൾ കുറച്ച് കൂടുതൽ കണ്ടാലാ. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോവാം. ആദ്യം തന്നെ ഞാൻ പോയിട്ട് ചായ കുടിക്കാനുള്ള പരിപാടികളൊക്കെ നോക്കാം. ചായ കുടിക്കണം. പിന്നെ അടുക്കള നിറച്ച് പാത്രങ്ങൾ കൂട്ടിയിട്ടിട്ടുണ്ട്. സുധു പോയതിന് ശേഷം കഴുകാമെന്ന് കരുതി. എന്നാൽ അവൻ്റെ കൂടെ ഇങ്ങനെ തട്ടിത്തടഞ്ഞൊക്കെ നടക്കിയിരുന്നു. അപ്പം എന്തായാലും നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് വീണ്ടും പോവാം. കാച്ചു മഴയുണ്ട. ദൈവമേ, കൊച്ചു പോയതിന് ശേഷം എന്തൊരു വേണം. പാവം കുട്ടികളെല്ലാവരും നനഞ്ഞ് ചെയ്യൂലെന്നൊക്കെ ഓർത്തിട്ട് ഞാനിങ്ങനെ ഇരിക്കുകയായിരുന്നു. ഞാൻ ചായ കുടിക്കാനായിട്ട് നമ്മുടെ അടുക്കള ആദ്യം വന്നിരുന്നിട്ട് ഇന്ന് ചായ കുടിക്കേണ്ടത്. നല്ല മഴയല്ലേ. അപ്പം മഴയും കണ്ട് ഇങ്ങനെ ഇരുന്ന് കുടിക്കാൻ കരുതി. പക്ഷെ സുധു പോയപ്പോ അങ്ങോട്ട് ഭയങ്കരമായിട്ട് തുടങ്ങി കേട്ടോ മഴ. അങ്ങോട്ട് പാവം ഇന്ന് പിള്ളേരെല്ലാവരും നനഞ്ഞ് ചെയ്യും. ക്ലാസ്സിലിരിക്കുമ്പോൾ നല്ല ഒരു മുഷിക്ക് ഫീലായിരിക്കുള്ളൂ. അങ്ങനെ ചായ കുടിക്കാനായിട്ട് ഞാൻ ഇടിയപ്പമൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇടിയപ്പവും ഇന്ന് മീൻകറിയുമാണ് കേട്ടോ. തേങ്ങാപ്പാലായിരുന്നു ഞാൻ വിചാരിച്ചത് ഇടിയപ്പത്തിന് ചെയ്യാന്ന്. പക്ഷെ സുധപ്പന് മീൻകറി വേണം. മീൻകറി കൂട്ടിയിട്ട് ഇടിയപ്പം കഴിക്കണം എന്നൊരാഗ്രഹം. അപ്പൊ കുളിക്കണേക്കുമ്പോ അതാണ് അവൻ ചായ കുടിക്കാൻ കാരണം. എന്താ വെച്ചാൽ അല്ലെങ്കിൽ കുളി കഴിഞ്ഞ് കഴിയുമ്പോൾ മീനിന്റെ ഒരു മണം ഉണ്ടാവുമല്ലോ. അതോർത്താണ് അവൻ നേരത്തെ കഴിച്ചത് കേട്ടാ. അങ്ങനെ ഞാനിപ്പോൾ കഴിക്കാൻ പോണ്. അപ്പം ഞാൻ ഇടിയപ്പവും കഴിച്ചിട്ടൊക്കെ വരാം. അപ്പോഴത്തെ പൊരിഞ്ഞ മഴയും ഉണ്ട്. അതാണ് ഞാൻ പിന്നെ ഇവിടെ വന്നിരിക്കുമ്പോൾ ഒരു ഇതുണ്ടാവുമല്ലോ. ടി വി വെച്ചിരുന്ന് ഞാനങ്ങനെ ചായ കുടിക്കൽ അങ്ങനെ കുറവാണ്. അങ്ങനെ ചായയുടെയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം കുറച്ച് സമയം മഴയൊക്കെ കണ്ട് റീലൊക്കെ കണ്ട് അവിടെ ഇവിടെയൊക്കെ തട്ടി തടഞ്ഞിരുന്നപ്പോഴാണ് ഞാൻ ഓർത്തത് ദൈവമേ, എൻ്റെ അടുക്കള ആകെ കൂടി അലങ്കോലമായി കിടക്കുകയാണ്. എനിക്കാണെങ്കിൽ ഇന്ന് നല്ല മടിയുണ്ട്. പക്ഷേ ഈ മടിയുള്ള ദിവസമില്ലേ, നിങ്ങൾക്കും അങ്ങനെ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെന്ന് പറയുന്നോട്ട്. ഈ മടിയുള്ള ദിവസം നമ്മൾ എന്തെങ്കിലും ചെയ്യാതിരിക്കുന്ന ദിവസം നമ്മുടെ വീട്ടിലോട്ട് ആരെങ്കിലും പെട്ടെന്ന് കയറി വരും. അതുവരെ നമ്മളെല്ലാം ക്ലീനാക്കി ഇട്ടേക്കണായിരിക്കും. അപ്പോൾ ആ ജ്വരം എൻ്റെ മനസ്സിലോട്ട് കയറിയതുകൊണ്ട് തന്നെ ഇനി ആരെങ്കിലും വന്നാൽ പണി പാളി. ഇത്രയും ദിവസം നമ്മളെല്ലാം ചെയ്തിട്ട് ഒരു ദിവസം ചെയ്യാതിരിക്കുമ്പോഴായിരിക്കുള്ളൂ എന്ന് വിചാരിച്ചിട്ട്
വേഗം തന്നെ ഞാൻ എൻ്റെ മടിയൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് വേഗം പാത്രമൊക്കെ കഴുകാൻ കരുതിയിട്ടാ. ഇന്ന് രാവിലെ അടുക്കളയിൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അപ്പം തുടങ്ങിയുള്ള പാത്രങ്ങളെല്ലാം കൂട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ടൈലൊക്കെ ഒന്ന് ക്ലീൻ ആക്കണമായിരുന്നു കേട്ടോ. ടൈലൊക്കെ ഇന്നും നമ്മളിങ്ങനെ 1, 2, 3 നേരമൊക്കെ ക്ലീൻ ആക്കുമെങ്കിലും എന്തെങ്കിലുമൊക്കെ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ അവിടെ തെറിച്ചിട്ടൊക്കെ ഉണ്ടാവും. അങ്ങനെ വേഗം തന്നെ ഗ്യാസ് അടുപ്പും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം അതിൻ്റെ ഇടയ്ക്ക് കൂടി ഇടയ്ക്ക് റീല് നോക്കാനും പോകട്ടെ. എന്താണെന്ന് വെച്ചാൽ നല്ല മടിയുണ്ടല്ലോ, മടിയുള്ളത് കൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ അങ്ങനെ നോണ്ടിക്കൊണ്ടിരിക്കുക എന്നുള്ളത് എനിക്കൊരു ശീലം ഉണ്ടാ. അങ്ങനെ നമ്മുടെ ഈ കിച്ചൺ സ്ലാബ് തുടക്കണ ഈ ഒരു ടിഷ്യൂ ഉണ്ടല്ലോ, അതെനിക്ക് നല്ല ഇഷ്ടമായിട്ടാ. നല്ല 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 വർത്താണ്, പൈസയും കുറവാണ്, നമ്മുടെ ഉപയോഗിക്കാനും നല്ലതാണ്, ലാസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ മറ്റേ ടിഷ്യൂ മേടിക്കൽ ഇപ്പം നിർത്തിയിട്ടുണ്ട്, കിച്ചൺ ടിഷ്യൂ മേടിക്കൽ നിർത്തി. പിന്നെ മഴയൊക്കെ അങ്ങോട്ട് നന്നായിട്ട് തുറന്നിട്ടുണ്ട് കേട്ടോ. തുറന്ന സമയത്ത് ഞാൻ പോയിട്ട് മുറ്റത്തെ ചവറ് കാര്യങ്ങളൊക്കെ ഒന്ന് തൂത്തെടുത്ത് അപ്പോഴേക്കും വലിയ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. വലിയനോട് കുറച്ചധികം സമയം വർത്താനം പറഞ്ഞൊക്കെ ഇരുന്നതിന് ശേഷം വലിയ മോരും ഉണ്ടെന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മോരൊക്കെ ഞാൻ വേഗം ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ മോരറിയൊക്കെ ഉണ്ടാക്കാമല്ലോ ഓർത്തിട്ട് ഇതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് റാനം വരെയൊക്കെ അടിക്കൽ, തുടക്കൽ, അങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്യാനുണ്ട്. എല്ലാം അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ തലേ ദിവസത്തെ അവിടെ ഇവിടെയൊക്കെ. പിന്നെ ഞാനൊരു നമ്മുടെ ഒരു സംഭവം, ധാവണിയല്ല, ഒരു ലെഹങ്ക പോലത്തെ ഒരു സാധനം ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ വളരെ ഫ്ലോപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്കത് കാണുമ്പോൾ വിഷമം വരെയായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇത്രയും ഹെവി ആയിട്ടുള്ളൊരു ഡ്രസ്സ് ഓർഡർ ചെയ്തതും ആദ്യമായിട്ടാണ് ഇങ്ങനെ എനിക്കൊരു ചീത്ത അനുഭവം. കൊള്ളൂലായിരുന്നു കേട്ടോ. ഞാൻ കൊടുത്ത കളറൊന്നും അല്ല കിട്ടിയത്. അതുകൊണ്ട് തന്നെ ഞാൻ അതിനവിടെ മൂലൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ റിട്ടേൺ അടിക്കാമെന്ന് ഓർത്ത് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ പിന്നെ റാനും വരെയൊക്കെ ഒന്ന് അടിച്ചിടാന്ന് എഴുതിയപ്പോഴേക്കും സുനിച്ചേട്ടൻ വിളിക്കേണ്ടായിരുന്നു. പിന്നെ ചേട്ടനോട് എനിക്കാണെങ്കിൽ ഇങ്ങനെ ഫോണിൽ സംസാരിച്ചുകൊണ്ടൊക്കെ ജോലി ചെയ്യണത് ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ വേഗം തീരും ഇങ്ങനെ സംസാരിച്ച് ചെയ്യുമ്പോൾ. അതല്ലെങ്കിൽ ഞാൻ വീഡിയോ ഒക്കെ എന്തെങ്കിലും എനിക്കിഷ്ടപ്പെട്ട ആരുടെയെങ്കിലുമൊക്കെ വ്ളോഗേഴ്സിൻ്റെ വീഡിയോ ഒക്കെ ഇങ്ങനെ ഓൺ ചെയ്ത് വെക്കും. അവരെന്തൊക്കെയാണ് പറയണത്, അവരുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ നോക്കും. അങ്ങനെ ഞാൻ പിന്നെ വേഗം തന്നെ തുടക്കാനൊക്കെ തുടക്കാനെടുക്കുമ്പോൾ ഈ മോപ്പ് നല്ല ഇതാണ് കേട്ടോ. ആ സ്പ്രേ ചെയ്ത് ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. നല്ല സുഖമായിട്ട് തന്നെ നമുക്ക് സിമ്പിൾ തുടക്കൽ ഇതൊക്കെയാണ്. ആഴ്ചയിൽ ഒരു ദിവസമാണ് എൻ്റെ വലിയ തുടക്കലൊക്കെ ആഴ്ചയിൽ ഒരു ദിവസം ഞാൻ തുടക്കാറുള്ളൂ കേട്ടോ. നമ്മൾ മാത്രമല്ലേ ഉള്ളൂ, വേറെ ആരും അങ്ങനെ കയറി പൊടിയാക്കാനും ഒന്നുമില്ലല്ലോ. പിന്നെയും എന്തെങ്കിലും അഴുക്കാക്കണം ഞാനാണ്. സുതപ്പനെയൊക്കെ ഞാനിങ്ങനെ OCD ഉള്ളത് കൊണ്ട് തന്നെ ഞാനിങ്ങനെ അയ്യോ അവിടെ അഴുക്കാക്കല്ലേ ഇവിടെ അഴുക്കാക്കല്ലേ എന്നൊക്കെ പറയും കേട്ടോ. അപ്പം ഞാൻ അപ്പോഴാണ് ഞാൻ ഓർത്തത് അയ്യോ ഇത് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ലേ എന്ന് ഓർത്തിട്ട് അത് കാണിക്കാൻ വേണ്ടിയിട്ട് പിന്നെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് സംഭവം. ഇങ്ങനെ ഒരു തുടക്കണ ഒരു തുണിയുണ്ട്, അതിൻ്റെ കൂടെ അതിൻ്റെ മുകളിലൊരു കുപ്പിയുണ്ട്. ആ കുപ്പിയിൽ നമുക്ക് വെള്ളം നിറക്കേ ഡിറ്റർജൻറ്റ് എന്തെങ്കിലും നമുക്ക് സോപ്പ് ഇങ്ങനെ തുടക്കുന്ന ക്ലീനിങ് സാധനങ്ങളൊക്കെ ഒഴിക്കാം. അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറച്ച് സമയം വീണ്ടും റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം നമ്മുടെ ഉള്ളിച്ചമ്മന്തിയും ചാളക്കറിയും എന്തൊലത്താണത് അയ്യോ ഒലത്തെന്താണെന്ന് ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ മറന്നുപോയില്ല, സാരില്ല. പിന്നെ ഞാനിങ്ങനെ വീഡിയോ ഒക്കെ വെച്ച് അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കണ കാരണം കൊണ്ടാണ് ഞാൻ ഇവിടെ ഇങ്ങനെ ഇരുന്ന് കഴിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ അടുക്കള അതിക്ക് പോയിരുന്ന് കഴിക്കുകയുള്ളൂ. അതാകുമ്പോൾ പിന്നെ കാറ്റും വെളിച്ചമൊക്കെ കൊണ്ടിരിക്കാമല്ല. അവിടെ എനിക്ക് ഫോൺ വെക്കാനുള്ളൊരു സെറ്റപ്പ് ഇല്ല. അതുകൊണ്ട് തന്നെ പിന്നെ അടുക്കളയിൽ നോക്കിയപ്പോൾ ഒരു മാങ്ങ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മാങ്ങയാണെങ്കിൽ എനിക്കിപ്പോൾ ഭയങ്കര ജീവനാണ്. പക്ഷേ എൻ്റെ ഫേവറേറ്റ് മുന്തിരി ആയിരുന്നു കേട്ടോ. പക്ഷെ നല്ല മണം ഉണ്ടായിരുന്നു കേട്ടോ മാങ്ങക്ക്. അതാണ് മണത്ത് നോക്കണത് കേട്ടോ. ഫേവറേറ്റ് മുന്തിരിയാണ്. പക്ഷേ ഇപ്പം എനിക്ക് മുന്തിരിനേക്കാളും കൂടുതൽ ഇഷ്ടം മാങ്ങ കേട്ടോ. മാങ്ങ എനിക്ക് എന്തോ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എല്ലാവരും പറയണം മാങ്ങ ഭയങ്കര ചൂടാണെന്നൊക്കെ പറയുന്നുണ്ട്. ചൂടായതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരം വളരെ പെട്ടെന്ന് ചൂടാക്കും എന്നൊക്കെ പറയണം. എന്നാലും ശരി കുറച്ച് മാങ്ങയൊക്കെ അങ്ങനെ കഴിക്കാമെന്നൊക്കെ ഓർത്തുണ്ട് വേഗം തന്നെ എറാത്തോട്ട് പോയിരുന്നിട്ട് അമ്മനെ വിളിച്ചിട്ടോ. മൈത്രി അമ്മനെ വിളിക്കാമെന്ന് ഓർത്താണ് എറാത്തേക്ക് പോയിരുന്നത്. അല്ലെങ്കിൽ ഞാൻ എറാത്തോട്ടൊന്നും കൊണ്ടുപോയി അങ്ങനെ കഴിക്കാനിരിക്കാറില്ല. ഇപ്പം മഴ തുടങ്ങുമ്പോൾ നമുക്ക് കുറച്ച് ഈച്ചയുടെ ശല്യമൊക്കെ വരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എറാത്തോട്ടൊന്നും ഫുഡായിട്ട് പോവാറേ ഇല്ല ഇപ്പം. അങ്ങനെ ഞാൻ അവിടെ ഇരുന്ന് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അമ്മനെ ഞാനിങ്ങനെ വിളിക്കാമെന്ന് ഓർത്തിട്ട് അമ്മനെ ആ പരിസരത്ത് ഇങ്ങനെ കാണില്ല. സാധാരണ ഉച്ചക്ക് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ കുറച്ച് നേരം വന്നിരിക്കും വർത്താനം പറയാനൊക്കെ. അങ്ങനെ ഞാൻ വേഗം തന്നെ അമ്മനെ വിളിക്കാൻ കരുതി. മാങ്ങയാണെങ്കിൽ നല്ല സൂപ്പറായിട്ടുണ്ട് കേട്ടോ. എന്താണ് പേര് പറഞ്ഞെന്നാവും ആ മാങ്ങയുടെ. അപ്പോഴേക്കും ഞാൻ ഇവിടെ നിന്ന് അലറുണ്ട് കേട്ടോ. ഞാൻ ഇവിടെ കിടന്ന് ഇങ്ങനെ ഒച്ച ഉണ്ടാക്കണം എൻ്റെ അയലന്തരത്താർക്ക് മൊത്തം കേൾക്കാൻ പറ്റും കേട്ടോ. ഞാനിവിടെ ഇല്ലെങ്കിൽ തന്നെ എല്ലാവരും പറയും എന്നോട് ഗീതു നാട്ട് ഇവിടെ വിളിക്കുന്നത്. ഗീതു ഇവിടെ ഇല്ലെങ്കിൽ അറിയാം വീട് ഇങ്ങനെ ഉറങ്ങി കിടക്കണ പോലെ എന്ന് പറയും കേട്ടോ. അതല്ലെങ്കിൽ ഒച്ചപ്പാടും ബഹളമൊക്കെ ആയിട്ട്. ഞാൻ വിളിച്ചപ്പോൾ തന്നെ അമ്മ വരണുണ്ട് കേട്ടോ. മാങ്ങ ആയതുകൊണ്ട് തന്നെ അമ്മ എന്തായാലും വേണ്ടെന്ന് പറയുമല്ലോ എനിക്കറിയാമായിരുന്നു. അമ്മ ചോർന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പം തന്നെ മാങ്ങയും കൊടുത്തു കഴിഞ്ഞപ്പോൾ അമ്മേനോട് അമ്മ വിചാരിച്ച അമ്മക്ക് മുഴുവനും കൊടുത്ത് നീ കഴിച്ചോ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞില്ല മുഴുവൻ അമ്മക്കല്ല കുറച്ച് അമ്മക്ക് നമുക്ക് രണ്ടു കൂടി കഴിക്കാമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് മതി ചോറിനാണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഞാനാണെങ്കിൽ ഭയങ്കര വാചാലമായിട്ട് കഥകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലേ. അപ്പം ഇനി ഞാൻ വേഗം പോയിട്ട് കുളിച്ചിട്ട് വരാം കേട്ടോ. എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ നല്ല മുടുക്കത്തിയായിട്ട് നമ്മളൊന്ന് പുറത്ത് പോയിട്ട് വരാമെന്ന് കരുതി കേട്ടോ. പുറത്ത് നമ്മുടെ കുഞ്ഞിച്ചെറുക്കൻ്റെ അടുത്തൊന്ന് പോയിട്ട് വരാമെന്ന് കരുതി. ഞങ്ങൾ ഇന്നൊരു ചെറിയൊരു സംഭവം അവൻ്റെ ഒരു ഷൂട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം അത് സെറ്റ് ഇന്ന് വേണോ നാളെ വേണോ കൊച്ചെങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുന്ന ദിവസം നോക്കാമെന്ന് കരുതിയപ്പോൾ സുധി ഇപ്പോൾ വിളിച്ചിട്ട് പറഞ്ഞ് ചേച്ചി ഇന്ന് അവൻ വലിയ കുഴപ്പമൊന്നുമില്ല, ഇപ്പം അവൻ കുഴപ്പമില്ല,
ചേച്ചി അപ്പോൾ പോരെന്ന് പറഞ്ഞിട്ട്. അപ്പം ഞങ്ങൾ സുധുവിൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ പോകാൻ പോണത്. അപ്പം സുധുവിൻ്റെ കുറച്ച് കളിപ്പാട്ടങ്ങൾ, ടോയ്സൊക്കെയാണ് നമുക്കിതിന് വേണ്ടിയിട്ടുള്ളത്. അപ്പം അതിനുള്ള കവറും കുറച്ച് ടോയ്സും ഒക്കെ എടുത്തിട്ട് നമുക്ക് കുഞ്ഞു ചെറുക്കൻ്റെ അടുത്ത് പോവാം. എന്നിട്ട് നമുക്ക് അവിടെ വെച്ചിട്ട് എന്തൊക്കെയാണ് ഷൂട്ട് ചെയ്യാൻ പോകണമെന്നുള്ളത് അവൻ സമ്മതിക്കോ ഇല്ലേ എന്നൊക്കെ നമുക്ക് അവിടെ ചെന്നിട്ട് നോക്കാം. എനിക്കാണെങ്കിൽ വേഗം പോയിട്ട് വേഗം വന്നാൽ സുധപ്പൻ 6:30 വന്നേക്ക് മുമ്പ് തന്നെ എത്തണം. അപ്പം വേഗം പോയിട്ട് വരാം. അപ്പം നമുക്ക് എല്ലാവർക്കും കൂടി പോകാം. നമ്മളിന്ന് കുഞ്ഞിച്ചെറുക്കൻ്റെ അടുത്ത് ഒരു ചെറിയ ഫോട്ടോഷൂട്ടിനാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ സുധപ്പൻ്റെ കാറുകൾ വെച്ചിട്ട് നമുക്കൊരു ഫോട്ടോഷൂട്ട്, കാറിനോട് വലിയ താല്പര്യം ഉള്ളതുകൊണ്ട് തന്നെ ഒത്തിരി കാറുകൾ ഉണ്ട് കേട്ടോ ഇവിടെ. പിന്നെ കുറേ കാറ് നമ്മുടെ താറിൽ വെച്ചിട്ടുണ്ട്, നമ്മുടെ കാറിലും വെച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ച് കാറുകളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ എല്ലാ കാറുകളും പിറക്കി എടുത്തുകൊണ്ട് പോയിട്ട് നമ്മുടെ കുഞ്ഞിച്ചെറുക്കനായിട്ട് ഒരു ഫോട്ടോഷൂട്ട് ചെയ്യാമെന്ന് കരുതി കേട്ടോ. ഞാൻ എൻ്റെ ശ്രുതിയുടെ കൊച്ചടിയിൽ തോന്നിയതാണ്. അപ്പോൾ നോക്കിയപ്പോൾ അവനൊരു ഉടുപ്പുമുണ്ട്, കാറിൻ്റെ ടൈപ്പ് ഉടുപ്പും. അപ്പോൾ നമ്മൾ ഇത്തിരി ലേറ്റായിട്ടാണ് കേട്ടോ ഈ ഷൂട്ട് എടുക്കണത്. കാരണം എന്താണെന്ന് വെച്ചാൽ കൊച്ചിൻ്റെ 1-ാം മാസം 2-ാം മാസം ഇത് നമ്മൾ വാവനെ ശ്രുതിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകണതിൻ്റെ ഒരു 2 ദിവസം മുന്നേ എടുത്ത വീഡിയോ ഉണ്ടാ. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ശ്രുതിയുടെ അപ്പുറത്തെ വീട്ടിൽ ആൻറ്റി കുറച്ച് മിഠായിയൊക്കെ കൊണ്ടുപോയി തന്നിട്ടുണ്ടായിരുന്നിട്ട്. അങ്ങനെ മിഠായിയൊക്കെ കഴിച്ച് പിന്നെ വേഗം തന്നെ ഞാൻ തിരിച്ച് വീട്ടിലോട്ട് പോകുന്നു കേട്ടോ. വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴും പിന്നെ സുധപ്പനാണ് പിന്നെ വേഗം വന്ന് കുളിച്ച് വിളക്കൊക്കെ വെച്ച് നാമഞ്ചൊല്ലലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാനാണെങ്കിൽ സുധുവിന് വന്നപ്പോൾ പപ്സൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പപ്സും സമൂസയൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായി. അപ്പോൾ സുധപ്പനാണെങ്കിൽ പപ്സും സമൂസയും കുറച്ചായി കിട്ടിയിട്ട് അപ്പം അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കണേണ്. അപ്പം ഇന്നത്തെ എൻ്റെ ഒരു ദിവസമാണ് കേട്ടോ നിങ്ങളെല്ലാവരും കണ്ടത്. ഇന്ന് ഇങ്ങനെ നാളെ എനിക്ക് എല്ലാ ദിവസവും ഒരുപോലെ ഒന്നുമില്ലായിരിക്കും കേട്ടോ. രാവിലെ പോയതിന് ശേഷമുള്ള എൻ്റെ കുറച്ച് കലാപരിപാടികളായിരുന്നു. ഇന്ന് കൂടുതലും മടിയുള്ള ദിവസമായിരുന്നു. ഇന്ന് ഭയങ്കര മടിയായിരുന്നു. ഉച്ചക്ക് 2 മണിക്കൊക്കെ കുളിച്ചത് ഞാൻ. അപ്പോൾ ദേ നമ്മുടെ സുധപ്പൻ ഇവിടെ ഇരുന്നുണ്ട്. ഞാൻ ശ്രുതിയുടെ വീട്ടിൽ കുഞ്ഞാപ്പിയുടെ ഫോട്ടോ എടുക്കാൻ പോയി വന്ന വഴിക്ക് പിന്നെ കടിയൊന്നും വന്നിട്ട് ഉണ്ടാക്കാനും അവല് നനക്കാനൊന്നും ഉള്ള നേരം ഉണ്ടായിരുന്നില്ല. പിന്നെ വന്ന് വേഗം വിളക്കൊക്കെ കൊളുത്തി അത് കഴിഞ്ഞ് പിന്നെ സുധപ്പൻ കുളിച്ച് വേഗം വിളക്കൊക്കെ കൊളുത്തി സുധൂരിന്ന് കഴിക്കണേണ് സമൂസയും പപ്സും. അപ്പൊ സുധു സമൂസയും പപ്സും എങ്ങനെയുണ്ട് സുധു? സൂപ്പറാണെന്ന് വെച്ച് കഴിഞ്ഞപ്പോ അമ്മ ഉണ്ടാക്കിയതുകൊണ്ട് പറയില്ല, സൂപ്പറായിട്ടുണ്ട്. ഇപ്പൊ വീഡിയോ വരുമ്പോ മിണ്ടല്ലോ, അതുകൊണ്ടാണല്ലേ മിണ്ടാത്തത്. അപ്പൊ ഞങ്ങളുടെ വിശേഷങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും നമുക്ക് ഈ വീഡിയോ രാത്രി ചോറും കൂടി കഴിച്ചിട്ട് നിർത്താല്ലേ? സുധപ്പന്റെ സുധുവിന്റെ കുറച്ച് വിശേഷങ്ങൾ കൂടി ഉണ്ട്. ഇനി വീഡിയോ ഒക്കെ എടുക്കാനുണ്ട്. സുധു രാവിലെ ഒരു വീഡിയോ എടുക്കാനായിട്ട് പഠിച്ചു വെച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അപ്പൊ ചെറിയ രീതിയിൽ പഠിച്ചിട്ടുണ്ട്. ബാക്കി ഇപ്പൊ സുധുവിന്റെ പഠിത്തമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇനി ഞങ്ങൾ വീഡിയോ ഒക്കെ എടുക്കണത്. അപ്പൊ എന്തായാലും സുധപ്പന് ഇതൊക്കെ കഴിക്കട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം. അങ്ങനെ നമ്മുടെ സുധപ്പൻ്റെ പഠിത്തവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് അപ്പുറത്തെ വീട്ടിലെ കുട്ടി വന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മുടെ ഓൺലൈൻ വഴിയൊക്കെ ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ചെയ്യണതിൻ്റെ ഇടയ്ക്ക് കൂടി ഞാനവിടെ ചെയ്യുമ്പോഴേക്കും ഇവിടെ ദേ മീനൊക്കെ വറുക്കാനായിട്ട് റെഡിയാക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാനിത് അറിഞ്ഞിട്ടൊന്നുമില്ല. ആളുടെ പഠിത്തവും കഴിഞ്ഞ് വന്നിട്ട് വേഗം തന്നെ ഞാൻ മീനൊക്കെ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അവിടെ അതൊക്കെ സെറ്റാക്കണുണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ വീഡിയോയും എടുത്തിട്ടുണ്ടായിരുന്നു. ഞാനിതൊന്നും അറിയണേ ഇല്ല. ഞാനവിടെ ഇരുന്നിട്ട് നമുക്ക് അതും ഇതുമൊക്കെ ആയിട്ട് ലിങ്ക് ചെയ്യലും രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാനും ആ കുട്ടിയും കൂടി ഇറാത്തിരുന്ന് ഇങ്ങനെ തകൃതിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെ ഇടയ്ക്ക് എന്താ സുഖം എടുക്കണം ഇല്ലാമേ ഒന്നുമില്ല എന്നൊക്കെ പറയണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കും അമ്മതേ ഞണ്ട് പീര വറ്റിച്ചത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ദേ ചോറും മീൻ വറുത്തതും മീൻ കറിയൊക്കെ കൂട്ടിയിട്ട് അടിപൊളിയായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് കിടന്നുറങ്ങി കേട്ടോ.